സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. വിശ്വാസികളായ നമുക്ക് ഈ സത്യം അറിയാമല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്നാൽ പലപ്പോഴും നാം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സഹനം? കഷ്ടതയുടെ നടുവിൽ നിന്ന് ജോബ് ചോദിച്ചപ്പോഴും അവന് ഉത്തരം ലഭിക്കുന്നില്ല. പകരം മറു ചോദ്യങ്ങളാൽ ദൈവം അവനെ ഉത്തരം മുട്ടിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിച്ചു, പിതാവേ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അപ്പോഴും സ്വർഗം മൗനമായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 16-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു: എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നു. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം നന്മയായി വെളിവാകും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. അതെ, എല്ലാം നന്മയാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്, അവനും എൻ്റെ കൂടെ സഹിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കരയുന്നത്, അവനും എൻ്റെ കൂടെ കരയുകയാണ്. പ്രഭാഷകനെ പോലെ നമുക്കും പറയാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സഹനമെന്ന് ഇനി ഞാൻ ചോദിക്കുകയില്ല. എല്ലാം അവിടുന്ന് എന്നെ നന്മയ്ക്കായി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ നമുക്ക് വാഴ്ത്താം. യേശുവിൻ
സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും അവിടുത്തെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുക. പഠനത്തിലാകാം, ജോലിയിലാകാം, സാമ്പത്തിക മേഖലയിലാകാം, രോഗങ്ങളോ കടങ്ങളോ ആകാം. പക്ഷെ പലപ്പോഴും മാറാരോഗത്തെക്കാൾ, കടബാധ്യതയെക്കാൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ കൊളുത്താതെ നിങ്ങൾക്ക് ചുറ്റും കത്തുന്ന ഒരു അഗ്നിയുണ്ട്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്നു, കുറ്റം ആരോപിക്കപ്പെടുന്നു, അപവാദങ്ങൾ പറയുന്നു, മാറ്റി നിർത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു, അവഗണിക്കുന്നു. പണത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിൽ ക്രൂശിക്കപ്പെടുന്നു. അത് ചെയ്യുന്നത് നിങ്ങൾ ഹൃദയത്തോട് ഏറ്റവും ചേർത്ത് വെച്ചവർ തന്നെ ആകുമ്പോൾ വേദന ദുസ്സഹമാണ്. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഭർത്താവോ ഭാര്യയോ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന് വളർത്തിയ മക്കളോ ആകാം. അതെന്ത് തന്നെയായിരുന്നാലും, ആര് തന്നെ ആയിരുന്നാലും, അവരെ ആ പ്രയാസമുണ്ടാക്കിയ ഓരോ വ്യക്തികളെയും ഇപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും ആ വേദനകളെയും അതിന് കാരണക്കാരായവരെയും യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. Hallelujah Jesus, praise you Lord. എല്ലാം നീ നന്മയാക്കി മാറ്റുന്നവനാണ്. Hallelujah, hallelujah. എന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളും തോൽവികളും നന്മയാക്കി മാറ്റുന്നവനാണ് നീ. എല്ലാം നന്മയാക്കി മാറ്റുന്നവനാണ് നീ. Hallelujah, thank you Lord, thank you Jesus. നിനക്ക് അസാധ്യമായ യാതൊന്നുമില്ല ഈശോയെ. ഈശോയെ, എന്നെ വേദനിപ്പിച്ചവരെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. Hallelujah Jesus. അവരെന്നെ വേദനിപ്പിച്ചവരെ ഞാൻ നന്ദി പറയുന്നു കർത്താവേ. അതുകൊണ്ടാണല്ലോ കർത്താവേ ഞാൻ അങ്ങയെ കൂടുതൽ അറിഞ്ഞത്, ഞാൻ അങ്ങയെ കൂടുതൽ സ്നേഹിച്ചത്, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് കൂടുതൽ വന്നത് കർത്താവേ. Hallelujah Jesus, praise you Lord, thank you Master. Hallelujah Jesus. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Hallelujah, 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 hallelujah Jesus. Praise you Lord, praise you Lord, praise you Jesus. യേശുവേ നന്ദി, യേശുവേ ആരാധന. പലപ്പോഴും നമ്മുടെ ഭാവനയിലുള്ള ദൈവം ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് എല്ലാ പ്രശ്നങ്ങളും എടുത്തു മാറ്റി അതിന് കാരണക്കാരായവരെ നശിപ്പിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ 3 ആണികളിൽ കുരിശന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് സ്വയം രക്ഷിക്കാൻ പോലും കഴിവില്ലാത്തവനെന്ന് പരിഹാസമേറ്റവനാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ഈശോ. എന്താണ് വചനത്തിൽ പറയുന്നത്? ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ മുഖസൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനേക്കാൾ കൂടുതലായി ആർക്കാണ് നമ്മുടെ സഹനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കണ്ണുനീരിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവന്റെ ഈ കുരിശിലല്ലാതെ എവിടെയാണ് നമുക്ക് രക്ഷ? അവനെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ ഈ കുരിശല്ലാതെ മറ്റെന്ത് മാർഗമാണ് എനിക്കുള്ളത്? എന്നോടൊപ്പം ഏറ്റുപറയാമോ? കർത്താവേ, കുരിശിലാണ് എൻ്റെ രക്ഷ. കുരിശിൽ മാത്രമാണ് എൻ്റെ രക്ഷ. ഈ കുരിശ് വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോവുകയില്ല. ഈ കുരിശിനെ ഞാൻ ഇനി പിരിയുകയില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കാൻ തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കാൻ തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാൻ എങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്ന് അകലുകില്ല. ഇല്ല, ഞാൻ എങ്ങുമേ പോവുകില്ല.
നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി. വിജയങ്ങളുടെയും സന്തോഷങ്ങളുടെയും നടുവിൽ നന്ദി പറയാൻ എളുപ്പമാണ്. എന്നാൽ ദുഃഖങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ നന്ദി പറയാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, സ്തുതിയുടെ ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ,
കർത്താവ് നമുക്ക് നൽകുന്ന ഒരു അമൂല്യ സമ്മാനമുണ്ട്, അവിടുത്തെ സാന്നിധ്യം. ആ സാന്നിധ്യത്തിലാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുള്ളത്. സഹനത്തിലൂടെ കടന്നു പോകാനുള്ള ശക്തി ലഭിക്കുന്നത് ആ സാന്നിധ്യത്തിലൂടെയാണ്. എന്നാൽ ഒരു യഥാർത്ഥ ശിഷ്യൻ ഒരു പടി കൂടി കടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തന്നെ ബന്ധിക്കാൻ വന്ന പടയാളിയുടെ ചെവി അവൻ സുഖപ്പെടുത്തി. കുന്തം കൊണ്ട് കുത്തിയവന്റെ കണ്ണുകളെ അവൻ സുഖപ്പെടുത്തി. മുറിവേറ്റുകൊണ്ട് സൗഖ്യം പകരുന്നവനാണ് അവൻ. മുറിവേറ്റുകൊണ്ട് സൗഖ്യം പകരുന്നവനാണ് അവൻ. ആ അത്ഭുതം ഇന്നും പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലൂടെയും നമുക്ക് ചുറ്റുമുള്ളവരെ സുഖപ്പെടുത്തുന്നവരായി നാം മാറാൻ അവൻ ആഗ്രഹിക്കുന്നു. മുറിവേറ്റുകൊണ്ട് സൗഖ്യം പകരുന്നവരാകാൻ അവൻ നമ്മെ വിളിക്കുന്നു. ആ വിളിക്ക് അതേ എന്തും ഉത്തരം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ അനുവദിച്ച എല്ലാ കുരിശുകൾക്കും തോൽവികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നിന്റെ സാന്നിധ്യം മാത്രം എനിക്ക് മതി, അതുണ്ടെങ്കിൽ എനിക്ക് എന്തും അതിജീവിക്കാൻ സാധിക്കും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം.
യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ കരച്ചിൽ ഒരിക്കലും മനസ്സിൽ ഒതുക്കി വെക്കരുത്. അവന്റെ കുരിശിന്റെ ചുവട്ടിൽ അത് കരഞ്ഞു തീർക്കണം. അവന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് മഗ്ദലന മറിയത്തെ പോലെ കരഞ്ഞ് കരഞ്ഞ് അവന്റെ പാദങ്ങൾ കഴുകണം. എന്നിട്ട് പറയണം, നാഥ നന്ദി, നിന്റെ സാന്നിധ്യം മാത്രം മതി എനിക്ക്. നാഥ നന്ദി, നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. എന്റെ കൂടെ പാടാമോ? നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാന്നിധ്യം മതി. നാഥ നന്ദി, നന്ദി, നന്ദി. അവന്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53:5. പരിശുദ്ധ അമ്മയെ പോലെ അവന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാൻ, അവനെ സ്നേഹിക്കാൻ, മുറിവേറ്റുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് രക്ഷയുടെയും സൗഖ്യത്തിന്റെയും സ്രോതസ്സാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നീ